ദൈവനാമത്തിന് മഹത്വം. നമ്മൾ 119 സങ്കീർത്തനത്തിന്റെ 2 വാക്യം വായിക്കുകയാണ്. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാൻ. കഴിഞ്ഞ പാഠത്തിൽ ദൈവത്തിന്റെ സാക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ ഗ്രഹിപ്പാനിടയായി തീർന്നു. മാനവരാശിയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവം കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന വചനത്തിൽ പ്രധാനമായിട്ട് 3 ഭാഗമുണ്ട്. 1 കൽപ്പന, 2 സാക്ഷ്യം, 3 ന്യായപ്രമാണം. അതിനെക്കുറിച്ച് നമ്മൾ ഗ്രഹിച്ചു. മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കൽപ്പനയാണ്. രണ്ടാമത്തത്, എൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ മോഹിക്കുകയില്ല എന്നുള്ളത് ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത്, നീയും മോഹിക്കാതിരുന്നാൽ, നീയും മോഹിക്കാതെ ദൈവപുത്രൻ്റെ സ്വഭാവത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ദൈവപുത്രനെ പോലെയാകും, ദൈവപുത്രൻ്റെ അവകാശം നീയും പ്രാപിക്കും. ഇതാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്ന വചനത്തിൻ്റെ 3 ഭാഗങ്ങൾ. 1 കൽപ്പന, 2 സാക്ഷ്യം, 3 ന്യായപ്രമാണം. ഈ 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രാപിക്കുന്ന ഏത് മനുഷ്യനും പ്രാപിക്കുന്നുണ്ട് എങ്കിൽ അവന് തെറ്റുപറ്റാതെ വണ്ണം, വീഴ്ച വരാതെ വണ്ണം അത് പാലിക്കാനും അതിനെ മുറുകെ പിടിപ്പാനും സാധിക്കും. എന്നാൽ ഇവിടെ ഇത് പ്രായോഗിക തലത്തിൽ വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏത് മനുഷ്യനും തെറ്റില്ലാത്തവരും കുറ്റമില്ലാത്തവരും പാപമില്ലാത്തവരും ഇല്ല. വചനം പറയുന്നത്, നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അവനെ അസത്യവാദിയാകുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ നീതീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവും. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് പാപം. എന്തുകൊണ്ടാണ് പാപം? എന്തുകൊണ്ടാണ് അവൻ എങ്ങനെയാണ് ഇത് പഠിച്ചത്? പല മാതാപിതാക്കളും കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇതാരിവനെ പഠിപ്പിച്ചു, ഇതെങ്ങനെ ഇവനിത് പഠിച്ചു? ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ തന്ത്രപൂർവം പാപം ചെയ്യുന്നതും അക്രമം ചെയ്യുന്നതും കണ്ടാൽ നമുക്ക് തോന്നും, ഇത് എങ്ങനെ പഠിച്ചു ഇവര്? ഏത് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവർ. അഭ്യാസം തികഞ്ഞ പോലെ, ഇത് സൂക്ഷ്മമായി ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോയി പഠിച്ചേച്ച് വരുന്നത് പോലെ പാപം ചെയ്യുന്നതും പാപത്തിന്റെ സൂത്രങ്ങൾ ചെയ്യുന്നതും കണ്ടാൽ നമ്മൾ ഓർക്കും, ഇതാരിവനെ പഠിപ്പിച്ചത്? ആരും പഠിപ്പിക്കണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ലോകത്തിൽ ദുഷ്ടനാണ് ഭരിക്കുന്നത്. പരമാധികാരം ദൈവത്തിനാണെങ്കിലും ഈ കാലഘട്ടത്തിങ്കൽ ദുഷ്ടനാണ് ഈ ലോകത്തിൽ കർത്തൃത്വം നടത്തുന്നത്. ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യന്റെ ശരീരം. ഈ ശരീരത്തിൽ ശത്രുവിന് സ്വാധീനമുണ്ട്, ലോകത്തിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ കൂടി ശത്രു മോഹങ്ങൾ കൊണ്ടുവന്ന്, പാപത്തിന്റെ സ്വഭാവങ്ങൾ ഉള്ളിൽ കൊണ്ടുവന്ന്, ഒരു 13 സ്വഭാവങ്ങളുണ്ട്, അത് ഉള്ളിൽ കൊണ്ടുവന്ന് മനുഷ്യനെ പാപിയാക്കി തീർക്കുന്നു. അത് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്, അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ഏറ്റവും ആദ്യമേ തന്നെ ചിന്താധാരയിൽ ഇത് കൊണ്ടുവന്ന് മനുഷ്യനെ സങ്കല്പം, വിചാരം, സ്വപ്നാവസ്ഥ എന്നിവയിൽ കൊണ്ടുവന്നതിന് ശേഷം മലിനനാക്കും. അങ്ങനെ സ്വപ്നാവസ്ഥയിൽ മലിനനായാൽ പിന്നെ അവൻ ജയിച്ചു. പിന്നെ അവനെ കൊണ്ട് ആ മാലിന്യം പ്രവർത്തിപ്പിക്കുന്നു. അതോടെ അവൻ പാപിയായി തീരുന്നു. അപ്പോൾ പാപം പ്രത്യക്ഷത്തിൽ ചെയ്തില്ലെങ്കിൽ തന്നെയും ഹൃദയ വിചാരങ്ങളാൽ മനുഷ്യൻ മലിനനാണ് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ. അല്ലെങ്കിൽ അതുപോലെ സൂക്ഷിച്ച് ദൈവാത്മാവ് സൂക്ഷിക്കുന്നവനല്ലാതെ ഇത് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ
കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള ഉദാഹരണം നമുക്കൊന്ന് വായിച്ചാൽ നമുക്കതിന്റെ കാര്യം മനസ്സിലാവും. അതായത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആഹ്, 18-ാം വാക്യത്തിൽ അവൻ അവരോട്, "ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ?" അപ്പൊ മനുഷ്യനെ അശുദ്ധനാക്കുന്നതാണ് വിഷയം. മനുഷ്യന് പുറമെ നിന്ന് കഴിഞ്ഞാൽ, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ, ദൈവം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ, ആം, ആം, ആ, ദ- ആം, അതായത് യഹൂദന്മാർക്ക് നിഷിദ്ധമായിരിക്കുന്ന പന്നി, ഒട്ടകം, ആ, അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യൻ അശുദ്ധമാകും എന്നുള്ളത് അവർ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, പുറമേ നിന്ന് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യൻ അശുദ്ധനാകുന്നതിന് കർത്താവ് ഒരു വഴി പറയുകയാണ്. പുറമെ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ ചെല്ലുന്നത് അവന്റെ ഹൃദയത്തിലല്ല, വയറ്റിലത്രേ ചെല്ലുന്നത്. പിന്നെ മർപ്പരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു എന്ന് പറഞ്ഞു. അകത്തേക്ക് എന്തെല്ലാം, ശരീരത്തിന് ഉള്ളിലേക്ക് എന്തെല്ലാം ചെന്നാലും അത് ദഹിച്ച് അതിന്റെ ശിഷ്ടം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവൻ ശുദ്ധമായി തീരും. എന്നാൽ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് പുറപ്പെടുന്നു? ഹൃദയത്തിൽ നിന്ന്. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ വെളിവാകുന്നു. ഈ ദോഷങ്ങളെല്ലാം പുറത്തുനിന്ന് അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. ഇതെവിടെ നിന്ന് വരുന്നു? ഇത്രയും കാര്യങ്ങൾ, ഈ 13 കൂട്ടം കാര്യങ്ങൾ മനുഷ്യന്റെ എവിടെ നിന്ന് വരുന്നു? അതാണ് വീണ്ടെടുപ്പ് കഴിയാത്ത ശരീരമാണ് മനുഷ്യന്റെ ജഡം. അത് ഈ ലോകത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ സ്വാധീനം അതിലുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും മനുഷ്യനെ സദാസമയം ഉള്ളിൽ വശീകരിപ്പാൻ ജഡത്തിൽ കൂടി ശത്രു പ്രവർത്തിക്കും. അതിലേറ്റവും മുഖ്യമാണ് മോഹം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: "പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു." അവിടെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ഈ ആത്മാവിനോട് സദാസമയം, അതായത് വീണ്ടെടുപ്പ് കഴിയാത്ത ശരീരം, വീണ്ടെടുപ്പ് കഴിഞ്ഞ ആത്മാവ്, ഇങ്ങനെ രണ്ട് ഭാഗമാണ് രക്ഷിക്കപ്പെട്ട മനുഷ്യർക്കുള്ളത്. ദൈവഭക്തന്മാർക്കുള്ളത്, അവരുടെ ഉള്ളിലെ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടു, ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടുമില്ല. ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പൂടെ കഴിഞ്ഞാലാണ് അവർ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ മക്കളായി തീരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ജഡത്തിൽ ശത്രുവിന് സ്വാധീനമുള്ളതുകൊണ്ട്, വീണ്ടെടുപ്പ് കഴിയാത്തതുകൊണ്ട് ഈ ജഡത്തിൽ കൂടി മോഹമിട്ട് പോരാടും. മോഹം എന്ന് പറയുന്നത് ദൈവത്തിനെതിരാ. മോഹം ദൈവത്തിനെതിരാ. ഇച്ഛയാണ് ദൈവം കൊണ്ടുവരുന്നത്. ജഡത്തിൽ കൂടി മോഹം കൊണ്ടുവരുമ്പോൾ, ഇപ്പൊ ദാവീദിനെ സംബന്ധിച്ച് സംഭവിച്ചത് അതാണ്. ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തെ സ്വാധീനിച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ മോഹം ജനിപ്പിച്ചു. ഈ മോഹം ജനിപ്പിച്ചപ്പോൾ തന്നെ അവൻ അതിനോട് എതിർത്ത് നിൽക്കാനുള്ള കെൽപ്പ് അവന് ദൈവം കൊടുക്കും. അപ്പോൾ മനുഷ്യനെ ആരും ചീത്ത ചെയ്യാൻ, തിന്മ ചെയ്യാൻ, പാപം ചെയ്യാൻ പഠിപ്പിക്കണ്ട. അത് അവനെ ഈ ലോകത്തിന്റെ സ്വാധീനത്താൽ അവന്റെ ഹൃദയത്തിൽ സ്വയമായിട്ട് ഇങ്ങനെ ജഡത്തിൽ കൂടി പുറപ്പെട്ടു വരുന്ന മോഹങ്ങൾ, അപ്പോൾ തന്നെ അതിനെ എതിർക്കാനുള്ള ഒരു സംവിധാനം മനുഷ്യർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചു വരുന്നത് ഓർത്തുകൊള്ളണം. ലോകത്തിലൊരു മനുഷ്യനെ പാപം ചെയ്യാൻ പഠിപ്പിക്കണ്ട.
അവനെ അത് ചെയ്യിക്കുവാൻ തക്കവണ്ണം ഏറ്റവും ആദ്യമേ തന്നെ അവനെ മലിനനാക്കും. മലിനനാക്കുവാൻ വേണ്ടി അവൻ്റെ ഹൃദയത്തിൽ ഉത്ഭവിച്ചു വരുന്ന 13 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ ആദ്യം കൊണ്ടുവരും. അങ്ങനെ മനുഷ്യൻ മലിനനായതിനു ശേഷം ആ മലിനനെ കൊണ്ടാണ് പാപം ചെയ്യിക്കുന്നത്. പാപം ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രുവിൻ്റെ അടിമയായി തീർന്നു. ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ സംവിധാനം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ സാക്ഷ്യം എന്നുള്ള വിഷയമാണ് ഇവിടെ ഈ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇത് ആരംഭിക്കുന്ന ഘട്ടമുണ്ട്. അതായത് നമ്മൾ ആ, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഈ ലോകം ശരീരത്തെ സ്വാധീനിച്ചതിന് ശേഷം ഹൃദയത്തിൽ മോഹം ഉത്ഭവിപ്പിക്കുന്നു. ഈ മോഹത്തിന് മനുഷ്യൻ കീഴടങ്ങിപ്പോയാൽ അവന്റെ പ്രാണൻ ദൈവത്തിന് മുമ്പാകെ തെറ്റുകാരായി. അതുകൊണ്ട് ഹൃദയത്തിൽ മോഹം കൊണ്ടുവരുമ്പോൾ തന്നെ അതിനോട് എതിർത്ത് അതിനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതിനാർക്ക് കഴിയും? അതിനാണ് ദൈവം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യപ്രകാരം ഒരു കാര്യം മനുഷ്യനിൽ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്: നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇവിടെ ഒരു സംവിധാനം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ വസിക്കാനായി ഒരാത്മാവിനെ ദൈവം കൊടുക്കും. ഈ ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, മനുഷ്യനെ ഓർപ്പിക്കുക എന്നുള്ളതാണ്. എന്തോർപ്പിക്കണം? അവൻ്റെ ഉള്ളിൽ ശത്രു ലോകം മുഖാന്തരം സ്വാധീനിച്ച് ശരീരത്തിൽ കൂടി മോഹം ജനിപ്പിച്ച് ഉള്ളിൽ മോഹം കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഇപ്രകാരം സംസാരിക്കും: നീ ദൈവത്തിൻ്റെ മകനാണ്, നിനക്ക് മോഹിക്കാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, അത് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയും, നിന്നെ ദൈവത്തിന് ശത്രുവാക്കി തീർക്കും. ഈ കാര്യം പറയാനൊരു സംവിധാനം ദൈവം തൻ്റെ ജനത്തിന് വെച്ചിട്ടുണ്ട്. ഇതാണ് മനുഷ്യനിൽ ഉള്ള സാക്ഷ്യം. അതായത് ദൈവം മനുഷ്യവംശത്തിന് കൊടുത്ത സാക്ഷ്യമാണ് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ കൽപ്പന. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനത്തിന് അതിനും ഉപരിയായി ദൈവം കൊടുത്തിട്ടുള്ള സാക്ഷ്യമാണ് അവരുടെ ഉള്ളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. അപ്പൊ ക്രിസ്തുയേശു എന്ന ദൈവപുത്രനിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അനുസരിക്കുന്നവർക്ക് ഉള്ളിൽ ദൈവം ഈ സാക്ഷ്യത്തിന്റെ സംവിധാനം വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള സാക്ഷ്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായ ഒരു സാക്ഷ്യം ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോകജാതികളെ പോലെയല്ല ദൈവത്തിന്റെ മക്കൾ. ഉദാഹരണമായിട്ട് നമ്മൾ ഈ സംവിധാനത്തെ മനസ്സിലാകത്തക്കവണ്ണം ഒന്നുകൂടി പഠിക്കുകയാണ്. അതായത് ദാവീദിന്റെ ശരീരം നോക്കിയാൽ മതി. ദാവീദിന്റെ പ്രാണൻ ദൈവം വീണ്ടെടുത്തതാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ശരീരം ഇപ്പോഴും ഈ ലോകത്തിന്റെ അധീനതയിലാണ്. ദാവീദ് ഒരിക്കൽ തന്റെ മാളികയിൽ ഉലാവുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ഈ ലോകത്തിന്റെ ദൈവം, അതായത് പിശാച്, ഈ ലോകത്തിന്റെ സ്വാധീനത്താൽ ദാവീദിന്റെ ശരീരത്തിൽ കൂടി ദാവീദിന്റെ ഹൃദയത്തിൽ മോഹമുദിപ്പിച്ചു ആ കുളിക്കുന്ന സ്ത്രീയെ. ആ സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ മോഹമുദിച്ചു. അപ്പോൾ തന്നെ ദാവീദിൽ ദൈവം വസിക്കുമാറാക്കിയ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു: പാടില്ല, ഒന്നാമത് മോഹിക്കരുത്, 2, അത് നിന്റെ സഹോദരന്റെ ഭാര്യയാകുന്നു, അതൊരിക്കലും നിനക്ക് വിഹിതമല്ല, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ ദാസനാണ്, നിനക്കത് വിഹിതമല്ല, നീ അത് ചെയ്യരുത്.
ഇത്രയും കാര്യങ്ങൾ ദാവീദിനെ ഓർപ്പിക്കാനും പ്രബോധിപ്പിക്കാനും ദൈവത്തിന്റെ ആത്മാവ് ദാവീദിലുണ്ടായിരുന്നു. അവ മോഹം കൊണ്ട് ശത്രു ജഡത്തിൽ കൂടി പ്രവർത്തിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഹൃദയത്തിൽ എതിര് വാദിച്ചു. രണ്ട് വാദങ്ങളുടെയും മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ദാവീദിന്റെ മനസാക്ഷിയാണ്. വിധികർത്താവ് ദാവീദിന്റെ മനസാക്ഷിയാണ്. ദാവീദ് എന്ത് തീരുമാനിച്ചു? മോഹത്തിന് കീഴ്പ്പെട്ട് ആ സ്ത്രീയുടെ ശരീരത്തിൽ ആകർഷനായതുകൊണ്ട് ദൈവം പറഞ്ഞ സാക്ഷ്യം നിരസിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ എടുത്തല്ലോ. നീ എന്നെ നിരസിച്ച്, എവിടെ നിരസിച്ച്? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ വന്ന് ദാവീദേ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദാവീദ് നിരസിക്കുമോ? ഒരിക്കലും നിരസിക്കില്ല. പിന്നെ എവിടെയാ നിരസിച്ചേ? ദൈവം ദാവീദിൽ സാക്ഷ്യത്തിനായി, ദാവീദ് ദൈവത്തിന്റെ ദാസനെന്നും ദൈവത്തിന്റെ പൈതലെന്നും അരുതാത്ത ചെയ്യാൻ പാടില്ലെന്നും കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുതെന്നും സാക്ഷ്യം പറഞ്ഞ് നീ ദൈവത്തിന്റെ പൈതലാണെന്നും സാക്ഷ്യം പറയാനുള്ള സംവിധാനം തന്റെ ആത്മാവിനാൽ വെച്ചിട്ടുള്ളത്, അതിനെയാണ് ദാവീദ് നിരസിച്ചത്. എന്നിട്ട് മോഹത്തിന് കീഴടങ്ങി. അതോടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വിട്ടുമാറി. ഇതുപോലെ തന്നെ ദൈവസഭയിലും എല്ലാ ദൈവത്തിന്റെ ജനത്തിനും കൊടുത്തിട്ടുള്ള ഒന്നാണ് സാക്ഷ്യം പറയുന്ന ആത്മാവ്. അതാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചത്. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നമ്മുടെ ഉള്ളിൽ പറയും, നമ്മുടെ ആത്മാവിനോട് പറയും, നീ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാ. നമ്മുടെ ആത്മാവിനോട് പറയുന്നതാ. നിന്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇന്ന് ശരീരത്തിൽ കൂടി കൊണ്ടുവരുന്ന ഈ മോഹത്തിന് നീ കീഴടങ്ങരുത്. ഈ മോഹത്തിന് നീ കീഴടങ്ങി കഴിഞ്ഞാൽ ദൈവത്തിന് ശത്രുവായിത്തീരും. അതുകൊണ്ട് നീ അതിലേക്ക് തിരിയരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ്, വസിക്കുമാറാക്കിയ ആത്മാവ് സാക്ഷ്യം പറയുക. ഇത് ദൈവത്തിന്റെ സഭയിലുള്ള, ദൈവത്തിന്റെ ജനത്തിലുള്ള എല്ലാ ജീവിതങ്ങളിലും ഉണ്ട്. എല്ലാ ജീവിതങ്ങളിലും ഈ ആ, വരുന്ന പ്രബോധനത്തിന്, ആത്മാവിന്റെ സാക്ഷ്യത്തിന് കൈക്കൊണ്ടാൽ അവൻ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവകൽപ്പന അനുസരിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ സാക്ഷ്യം അനുസരിച്ചു എന്നുള്ള പദവിയിലേക്ക് അവൻ വരികയാണ്. അവരെ കുറിച്ചാണ് 119-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്, അവന്റെ സാക്ഷ്യം പ്രമാണിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സാക്ഷ്യമാണ് പ്രമാണിച്ചത്. കൽപ്പന പ്രമാണിച്ചു, ന്യായപ്രമാണം പ്രമാണിച്ചു, വചനം പ്രമാണിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ സാക്ഷ്യം വരുന്നത് ദൈവത്തിന്റെ സാക്ഷ്യം പ്രമാണിച്ചു. അതുപോലെ തന്നെ ദാവീദ് പ്രമാണിക്കാതിരുന്നത് കൽപ്പന എന്നുള്ളതല്ല, പിന്നെയോ ദൈവത്തിന്റെ സാക്ഷ്യമാണ് പ്രമാണിക്കാതിരുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യത്തെയാണ് തള്ളിയത്, ദൈവത്തിന്റെ സാക്ഷ്യത്തെയാണ് നിരസിച്ചത്. അപ്പോൾ ഇത്രയും വചനഭാഗങ്ങളിൽ നിന്നും ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം. അതായത് ആദ്യം മുതൽ, മനുഷ്യവംശത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവം തന്റെ വചനം തന്റെ ജനത്തിന് അയക്കുന്നു. ഈ വചനത്തിനെല്ലാം ഉള്ളടക്കമായിട്ട് 3 വശങ്ങളുണ്ട്. 1, അതിൽ കൽപ്പനയുണ്ട്. 2, സാക്ഷ്യമുണ്ട്. 3, ന്യായപ്രമാണമുണ്ട്. കൽപ്പന എന്ന് പറയുന്നത് ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ. സാക്ഷ്യമെന്ന് പറയുന്നത് അതിൽ ദൈവപുത്രന്റെ സ്വഭാവം ഇതാണ് എന്ന് മനുഷ്യനോട് പറയുന്നത്. മൂന്നാമത്തത് ന്യായപ്രമാണം എന്ന് പറയുന്നത് ആ സാക്ഷ്യം പ്രമാണിച്ച് അനുസരിച്ചാൽ അവൻ ദൈവപുത്രന് കിട്ടുന്ന അനുഗ്രഹം, പരിഗണന അവനും കിട്ടും. ഈ 3 കാര്യങ്ങളാണ് ആദിയോടന്തം ഉള്ളത്. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ നടത്തുമ്പോൾ അവർ തെറ്റിലേക്ക് പോകുമ്പോൾ അരുത്, അരുത്, നീ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ പുത്രൻ ഒരിക്കലും ഈ പ്രവൃത്തി ചെയ്യൂല എന്ന് ദൈവം ഹൃദയത്തിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ
ആ സാക്ഷ്യത്തിന് കീഴടങ്ങി അതിൽ നിന്ന് പിന്മാറുന്നവൻ ദൈവത്തിന്റെ സാക്ഷ്യത്തെ മാനിക്കുന്നവനും അനുസരിക്കുന്നവനുമായി. അവനാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ. അവനാണ് ഭാഗ്യവാൻ. അവനെയാണ് ദൈവം മാനിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.